നമസ്കാരം, ഞാൻ ഡോക്ടർ അങ്കിത, ദൃശ്യം മൈക്കർ ചാവക്കാട് ബ്രാഞ്ചിലെ ജനറൽ ഓഫ്താൽമോളജിസ്റ്റാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് തൈറോയ്ഡ് ഐ ഡിസീസ് എന്ന ഒരു കണ്ടീഷനെ പറ്റിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തകരാറ്, പ്രത്യേകിച്ചും ഒരു ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പേഷ്യൻറ്റിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് തൈറോയ്ഡ് ഐ ഡിസീസ്. പുരുഷന്മാരെ അപേക്ഷിച്ച് 3 മുതൽ 5 മടങ്ങ് വരെ സ്ത്രീകളിലാണ് ഈ അസുഖം കൂടുതലായും കണ്ടുവരുന്നത്. പുരുഷന്മാരിൽ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അത് പക്ഷേ സിവിയർ ആവാനുള്ള സാധ്യത കൂടുതലുമാണ്. ഈ അസുഖം ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം നമ്മുടെ തന്നെ കണ്ണുകളെ ആക്രമിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി കണ്ണുകളുടെ പിന്നിലുള്ള മസിലുകൾ, അതുപോലെ ഫാറ്റ്, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ടിഷ്യൂവിനെ നമ്മുടെ പ്രതിരോധ സംവിധാനം ആക്രമിക്കുന്നു. ഇതുമൂലം ആ ടിഷ്യൂസിൽ വീക്കം സംഭവിക്കുകയും കണ്ണ് പുറത്തേക്ക് തള്ളി വരുന്ന ഒരു കണ്ടീഷനും സംഭവിക്കുന്നു. ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണയായി പുറത്തേക്ക് തള്ളി വരുന്ന പോലത്തെ കണ്ണുകൾ, കണ്ണിലെ ചുവപ്പ്, കണ്ണിലെ വേദന, വെള്ളം വരിക, അതുപോലെ ഡബിൾ വിഷൻ, കുറച്ചുകൂടെ സിവിയർ ആകുമ്പോൾ അത് കാഴ്ചയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കും പോകാവുന്നതാണ്. നമുക്കിനി ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്ലഡിലെ തൈറോയ്ഡ് ലെവൽ നിശ്ചിത ഇൻ്റർവെല്ലുകൾ ചെക്ക് ചെയ്ത് നോർമലാണെന്ന് ഉറപ്പുവരുത്തുക. പേഷ്യൻസ് കിടക്കുന്ന സമയത്ത് ബെഡ് ടൈമിൽ തല പൊക്കി വെച്ച് കിടക്കാൻ, 2-3 പില്ലോ വെച്ച് പൊക്കി വെച്ച് കിടക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പുകവലിക്കുന്ന പേഷ്യൻസ് പൂർണ്ണമായും പുകവലി നിർത്തേണ്ടതുമാണ്. കണ്ണുകളിലെ വരൾച്ച ഒഴിവാക്കാൻ നമുക്ക് ലൂബ്രിക്കേറ്റിംഗ് ഐ ഡ്രോപ്സ് യൂസ് ചെയ്യാം. ഇനി കണ്ണുകൾക്ക് വീക്കമുള്ള സാഹചര്യമാണെങ്കിൽ സ്റ്റിറോയിഡ് അല്ലെങ്കിൽ ഇമ്മ്യൂണോമോഡുലേറ്ററി ചികിത്സകൾ ആവശ്യമായിട്ട് വരും. കുറച്ചുകൂടെ സിവിയർ ആണെങ്കിൽ നമുക്ക് സർജിക്കൽ ഓപ്ഷൻസ് വരെ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഓർബിറ്റൽ ഡീകംപ്രഷൻ പോലെയുള്ള സർജറികൾ ആവശ്യമായിട്ട് വരുന്നതായിരിക്കും. തൈറോയ്ഡ് പേഷ്യൻസിൽ ആർക്കെങ്കിലും ഇതുപോലെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് അവഗണിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഐ ഡോക്ടറുടെ ചികിത്സ ഉറപ്പുവരുത്തേണ്ടതാണ്.